ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഒരാളെ കാണാൻ പോവാണ് ഗൈസ്. കുറെ ദിവസമായി എനിക്ക് മെസ്സേജ് അയക്കുന്നത് എപ്പ എന്നെ കാണാൻ വരാ, കുറെ ആയില്ലേ കാണണം കാണണോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ചെല്ലാന്ന് പറഞ്ഞിട്ട് വരെ പറ്റിച്ച് പാവത്തിന്. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ലിയോനെയും ലല്ലോനെയും എല്ലാം കാത്തിരിക്കുകയാണ്. നമുക്ക് ആളാരാന്ന് കാണണ്ടേ. ഇങ്ങനെ ഒരു മ്യൂസിക് ഞാൻ ഇതിനകത്ത് വെച്ചതാ ഗൈസ്. പക്ഷേ എന്താ ചെയ്യാനാ, അത് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം 2 വട്ടം അപ്ലോഡ് ചെയ്തതിനു ശേഷം അത് കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഞാനത് ഡിലീറ്റാക്കി പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഞാൻ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷേ അതെന്താണെന്നറിയാം, 2 മ്യൂസിക്കും ഞാൻ മാറ്റി വെച്ച് നോക്കി. പക്ഷേ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് അത് ഞാൻ ഡിലീറ്റ് ആക്കേണ്ടി വന്നു ഗൈസ്. ഇല്ലെങ്കിൽ നല്ല മ്യൂസിക്കൊക്കെ വെച്ചതായിരുന്നു. ചില മ്യൂസിക്കുകൾ വെക്കുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നു, ചിലത് വെക്കുമ്പോൾ കുഴപ്പമില്ല. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പം ഞാൻ അന്നേരം വിചാരിച്ചെന്നാൽ പിന്നെ ഓൺ വോയിസ് തന്നെ കൊടുത്തേക്കാന്ന്. പക്ഷേ ഒരു വീഡിയോൻ്റെ ഇടയ്ക്കൊരു മ്യൂസിക്കൊക്കെ വരുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കുമല്ലോ ഗൈസ്. അപ്പം നമ്മളിതാ എത്താനായിട്ടുണ്ട്. ഇനി നമ്മുടെ ലിയോ കുട്ടൻ ക്യാമറയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്താ അമ്മ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന്. അങ്ങനെ നമ്മൾ വീട് എത്താനായി. ഇതാണ് വീട്. അപ്പം നമുക്ക് ആളെ വിളിക്കണ്ടേ. ഇതാണ് നെച്ചൂട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, വരുന്നില്ലേ കാണണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പാടകത്തേക്ക് കൂടി. സ്കൂൾ യൂണിഫോം ഇട്ടേക്കുന്ന ഇപ്പം വന്നതേ ഉള്ളൂ. ഇതാണ് നീതു ചേച്ചി. അപ്പം നീതു ചേച്ചി ലിയോൻ്റെ അടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അവിടെ ഞാൻ നെച്ചിനോട് പറഞ്ഞു, നെച്ചു എന്തെങ്കിലും സംസാരിക്കാം. അനങ്ങുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും തീരെ സംസാരിക്കാത്ത ആളാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ, നല്ല കുറുമ്പത്തിയാണ്, നല്ല വായടിയാണ്. അപ്പോൾ നെച്ചൂട്ടി അവിടെ കുളിച്ചിട്ടൊക്കെ വരട്ടെ, ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ഇനി അപ്പോഴത്തേക്ക് ഇവരുടെ കളി തുടങ്ങി. ലിയോ അവിടെ ഓടാൻ തുടങ്ങി, ഓരോ സാധനം വലിച്ചിടാൻ തുടങ്ങി. നീതു ചേച്ചി പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചി എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും എൻ്റെ സ്വന്തം ചേച്ചിയാണ്. പക്ഷെ നമ്മൾ ഒരു ബന്ധം ഇല്ലെങ്കിലും പക്ഷെ ഇപ്പോൾ ഒരുപാട് ബന്ധമുള്ളത് പോലെയാണ് നമ്മളിപ്പോൾ നിൽക്കൽ. അങ്ങനെ നമുക്ക് ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്തുള്ള വരാണ് ഇവര്. പക്ഷേല് എന്താ പറയാ, ഒരു ബന്ധമില്ലാന്ന് നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അങ്ങനെ അടുപ്പമായിരുന്നു. നമ്മൾ അവിടെ താമസിച്ചിരുന്ന സമയത്തും നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു നമ്മുടെ ചുറ്റുപാട്. നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് തോന്നിയതും അവിടെയാണ്. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു ബന്ധം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് സ്വന്തം വീട് പോലെ കയറിച്ചെല്ലാം കഴിയുന്നത് തന്നെ ഒരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോഴും നമ്മളെ കാണുമ്പോൾ അവർ പറയും നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറേ നല്ല ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുനാളത്തെ അവരുടെ മക്കളുടെ ഫോട്ടോസും കുറച്ച് ട്രോഫിയും കാര്യങ്ങളൊക്കെ നെയ്ത് വെച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് പിള്ളേർ ഇവിടെ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ മ്യൂസിക് കൊടുത്ത പക്ഷേ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നു ഗൈസ്. എന്ത് ചെയ്യാനാ. കുറേ നാൾക്ക് ശേഷം കാണുന്നതിൻ്റെ സന്തോഷ പ്രകടനം എല്ലാം ഇവിടെ കാണുന്നുണ്ട് ഗൈസ്. കുത്തിമറിയലും എടുക്കലും ഒക്കെ കളിക്കുന്നുണ്ട്. ലിയോ അവിടുന്ന് ഓരോ സാധനങ്ങൾ കയ്യെത്തിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ട് എല്ലാം വലിച്ചു വാരി എടുക്കുന്നുണ്ട്. ഇവരിവിടെ ഒളിച്ച് കളിക്കാൻ തുടങ്ങിയപ്പോൾ അതാ അവരത്തിന് അലമാരിൻ്റെ മേലെ വരെ കയറി ഒളിച്ചിരിക്കുന്നത് കാണണം ഗൈസ് നിങ്ങൾക്ക്. അപ്പം ഇവിടെ ഒരാൾ പരതുന്നുണ്ട്, ഇതേ മേലെ കയറി കിടക്കുന്നുണ്ട്, ഒളിച്ച് കളിക്കുക. അപ്പോൾ അവനത് കയറുന്നതൊക്കെ എടുക്കുന്നതൊക്കെ ഒരു ശീലമായതുകൊണ്ട് പേടിക്കണ്ട. പിന്നെ ഈ കഥയുടെ ബാക്കിൽ ഒരാളോട് ഒളിച്ചിരിപ്പുണ്ട്. അവനെ പരിധിയാണ് ഇവളിൽ നടക്കുന്നത്. അപ്പോൾ ലല്ലൂസ് അതിൻ്റെ ഉള്ളിലുള്ള ലിയോ ഒരു ബോളുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ ക്യൂടെക്സ് ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉമ്മൻ ചോദിച്ചപ്പോൾ ഉമ്മയൊക്കെ തന്ന് എന്താ പറ്റിയത്, നല്ല മൂടാണ്, ഇല്ലെങ്കിൽ തരുമൊന്നുമില്ല. അപ്പോൾ ഇതാണ് പവനേട്ടൻ. അപ്പോൾ പവനേട്ടനോട് ഹായ് പറയാൻ പറഞ്ഞു, ഹായ് പറഞ്ഞു. പിന്നെ നമ്മൾക്ക് കുറേ ചായക്ക് വേണ്ടിയിട്ട് ഭക്ഷണമെല്ലാം ആക്കി ചേച്ചി. അതിന് വലിയൊരു സന്തോഷം. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല നമ്മൾ പോയത് തന്നെ. പക്ഷെ നമുക്ക് വേണ്ടി പായസവും ചിക്കൻ കറിയും ബ്രെഡും കട്ട്ലറ്റും അങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം ചേച്ചി നമുക്ക് വേണ്ടി വെച്ച് എപ്പോൾ നമുക്ക് വയറ് നിറച്ച് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സമയമായി. 6:30 കഴിഞ്ഞ് എല്ലാവരോടും ബായ് പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. അപ്പോൾ ഇനി അവിടെ വഴിക്ക് അമ്മ കാത്തു നിൽപ്പുണ്ട്. അമ്മ പണിയും കഴിഞ്ഞ് വരുമ്പോൾ കൂട്ടാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കിങ്ങിണിയെല്ലാം നിൽപ്പുണ്ട്, നമുക്ക് അവരെ കാണാം. അപ്പോൾ ഇവരുടെ അടുത്ത് എത്തിയപ്പോൾ കുറേ ലഗേജും കാര്യങ്ങളുണ്ട്. ലല്ലു ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരുത്തിയുടെ ചെരുപ്പും അങ്ങ് പൊട്ടി ഗൈസ്. ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.